തിപ്പലിയിൽ ഒരു കുറ്റിക്കുരുമുളക് പെട്ടെന്ന് ബഡ് ചെയ്തെടുക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സീക്രറ്റ്സ് ഓഫ് ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തിപ്പലിയിൽ അതായത് ഒരു കുറ്റിക്കുരുമുളക് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മളിതിൻ്റെ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കൈരളി എന്ന് പറഞ്ഞൊരു ഐറ്റമാണ്. ഇതിൻ്റെ കുറ്റിക്കുരുമുളകിന് വേണ്ടി നമ്മൾ തിപ്പലി നമ്മൾ കൂടയ്ക്കകത്താക്കി എല്ലാം ക്ലിപ്പിച്ച് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം നമ്മുടെ ഒരു ചെറിയൊരു ഈ ഒരു പക്കമാകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് തിപ്പലി കട്ട് ചെയ്ത് നമ്മളതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് കയറ്റാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് നമ്മൾ കുറ്റിക്കുരുമുളകിൻ്റെ ഒരു ശിഖരം ആദ്യം തന്നെ നമ്മൾ ഒരു നല്ലൊരു ബഡ് ചെയ്യേണ്ട തിപ്പലി നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഇച്ചിരി കാട കുളന്നുണ്ട്, അതൊക്കെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അതിന് വേണ്ടി നല്ല കാടൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ തിപ്പലി ഒരു 2-3 മാസം മുമ്പ് കുത്തിവെച്ചാണ്. ഇതിൻ്റെ മണ്ടഭാഗം നമുക്ക് പിന്നെ എടുക്കാൻ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ അത്യാവശ്യം നമുക്കൊന്ന് ഇതിൻ്റെ കളയെല്ലാം കൊണ്ടൊന്ന് പറിച്ച് റെഡിയാക്കണം. നല്ലപോലെ കള കയറിയിട്ടുണ്ട്. കള കയറുമ്പോഴത്തേക്ക് ഇപ്പം അങ്ങ് മുരടിച്ചു പോകും. പിന്നെ ഡെയിലി തിപ്പലിക്ക് വെള്ളം കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. അതായത് ചീയലൊന്നും വരികയില്ല. അതായത് തിപ്പലിക്ക് എന്തെങ്കിലും വെള്ളം ചെന്നാലും യാതൊരുവിധ പ്രോബ്ലങ്ങളോ ഒന്നുമില്ല. നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്കിനി എടുക്കാൻ പോകുന്നത് ഈ കുരുമുളകിൻ്റെ നമുക്കൊരു കായ്ച്ച് നിൽക്കുന്ന ഒരു ശിഖരം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് കുറ്റിക്കുരുമുളകിന് ഏറ്റവും നല്ലത് കായ്ച്ച് നിൽക്കുന്ന ഒരു കാ പിടിച്ചിരിക്കുന്ന ഒരു ശിഖരം നമ്മൾ നല്ലത് നോക്കി ഇങ്ങ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് കണ്ടില്ലേ, ഇത് നിറച്ചും കായ്കളാണ്. നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുത്തേക്കുന്ന ഒരു ഐറ്റമാണിത്. ഇത് നിറച്ചും കണ്ടില്ലേ, ഫുള്ള് തിരിയിട്ടിരിക്കുക, തിങ്ങി നമ്മുടെ കൂടി ഇത് ഇച്ചിരി കൂടെ പടർത്തിയെടുക്കാനുണ്ട്. നമുക്ക് അതിൻ്റെ പരിപാലനമൊക്കെ കുറച്ച് ഡേയ്സായിട്ട് മാറിയിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇത് കിട്ടുന്നില്ല. ഇതിപ്പോൾ ഏകദേശം ഒരു തളിരില്ല, ഏകദേശം ഒരു കുരുമുളക് ഏകദേശം ഇട്ടതേ ഉള്ളൂ, അങ്ങോട്ട് വളഞ്ഞില്ല. ആ ഒരു ശിഖരമാണ് നമ്മളിന്ന് എടുക്കാനായിട്ട് പോയിരിക്കുന്നത്. അല്ലേ, നിറച്ചും കുരുമുളകാണ് ഫുള്ളിൽ. അതായത് നമ്മുടെ കുമ്പിക്കൽ ഐറ്റത്തിനേക്കാളും ഇച്ചിരിയും കൂടെ മുളക് പിടുത്തമുള്ള ഒരു വെറൈറ്റി ഐറ്റമാണിത്. ഇത് നമുക്കിപ്പോൾ ഇത് ഒരു മൂട് മാത്രമേ ഉള്ളൂ നമ്മുടെ കയ്യിലുള്ളൂ. ഇത് നമ്മളൊരു കുറ്റിക്കുരുമുളക് ധാരാളമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് നമ്മൾ അത്യാവശ്യമായിട്ട് ഇതിൻ്റെ കാടൊന്ന് ചുറ്റും ഒന്ന് പറിച്ചോട്ടെ. കാട് നല്ലപോലെ വളർന്നിട്ടുണ്ട് നമ്മുടെ തിപ്പലിയുടെ. ഒന്ന് റൗണ്ടിലൊന്ന് പറിച്ചതിന് ശേഷം നമുക്ക് വീഡിയോയിലേക്ക് വരാം. പെട്ടെന്നൊന്ന് പറിച്ചെടുക്കട്ടെ, സുഖാന്നൊന്ന് പറിക്കട്ടെ. അവിടെയൊന്നും പോകുന്നില്ല, നല്ല കട്ടിയായിട്ട് ഉറച്ചിരിക്കുക വേറെ കടിയിലോട്ട് കയറിയിട്ട്. പിന്നെ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് കാട് പറിയൊക്കെ ഭയങ്കര പാടാണ്. ഒരു 20 ദിവസം കഴിയാൻ പിന്നെ കാടൊന്നും പറിക്കാൻ പറ്റില്ല. കാരണം അല്ലെ ബഡിങ്ങിൻ്റെ അതിന് ഷെയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നേരത്തെ തന്നെ കാടെല്ലാം പറിച്ചൊന്ന് സെറ്റ് ചെയ്യുകയാണ്. പക്ഷെ നമ്മുടെ കാട് പറി ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു ബഡിങ്ങിലേക്ക് കടക്കാൻ പോകുന്നത്. ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനി ഇത് ഏതൊരു തുളസിയിലേക്ക് കിട്ടിയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി സെറ്റ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു കണ്ണില്ല, ആ കണ്ണ് വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യുന്നു. ഈ തിപ്പലി ആ കട്ട് ചെയ്യുന്ന ഭാഗം നമുക്ക് മറിച്ച് കുത്താം. ഒരു 2 മാസം പിന്നെ നമുക്ക് ഇതിൽ ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഇത് നമ്മൾ വേറൊരു ചെടിച്ചട്ടിയിലേക്ക് കുത്തി വെക്കുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് ആ മുകളം കണ്ട് ആ മുകളം വെച്ചാണ് നമുക്ക് ബഡ് ചെയ്യേണ്ടത്, കണ്ണിന് ഒടിക്കേണ്ടത്. അതായത് ഗ്രാഫ്റ്റ് ചെയ്യുന്നതിന് 2ആയിട്ട് കീറുന്നതിന്. ഇത് നമ്മളെടുത്തിരിക്കുന്ന കൈരളി എന്ന് പറഞ്ഞൊരു ഐറ്റമാണിത്. നമ്മൾ തന്നെ ഇതിന് ഇച്ചിരി മോഡിഫിക്കേഷൻ ചെയ്ത് ഉൽപ്പാദിപ്പിച്ചെടുത്താണ്. നിറച്ചും തിരിയാണ് ഇത്. നമ്മളതിൻ്റെ ആ 2 കായ് കുരുമുളക് ഉണ്ടായിരുന്നത് ആ 2 കളഞ്ഞു. അത് പൊട്ടാണ്. അതുകൊണ്ട് പിന്നെ നമുക്കൊരു 3/4 ഭാഗം ബ്ലേഡിനങ്ങ് വെട്ടിക്കളയണം. ബ്ലേഡാണ് ഏറ്റവും നല്ലത്. നമുക്ക് ഇത് ചെയ്യാൻ വേണ്ടി ഏറ്റവും നല്ലത് ബ്ലേഡാണ്. ബ്ലേഡ് കഴിഞ്ഞിട്ടുള്ള ഏറ്റവും നല്ല ബഡിങ് കത്തിയേക്കാളും നല്ല ബ്ലേഡാണ്. ഇത് നല്ലപോലെ ശരിക്കും റൗണ്ട് കട്ട് ചെയ്തിട്ട് നല്ലപോലെ 2 വശവും പരപ്പിലങ്ങ് ചെത്തി വിടുക. ഏകദേശം നല്ലപോലെ കുറിപ്പിച്ചിട്ടുണ്ട്. നല്ല
നല്ലപോലെ കുളിപ്പിക്കുക. പിന്നെ ഈ ചെത്തുനില നമ്മൾ കയ്യൊന്നും തൊടാനായിട്ടേ പാടില്ല. നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് തിപ്പിലിയിൽ. ഈ ഒരു അതായത് തിങ്ങി മുളകുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ നമ്മളൊരു 45 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇതിലേക്ക് തിരിയും എല്ലാം നിൽക്കുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിന് ശേഷം ഇന്നിപ്പം ആഗസ്റ്റ് ഒരു 20 അപ്പം നമ്മൾ ആഗസ്റ്റ് 21 ഒരു അടുത്ത മാസം ഒരു 20 കൂടി നമ്മൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കാഴ്ചയ്ക്കുന്നത്. ഇത്